നമസ്കാരം. 2 വർഷത്തിനു ശേഷം കേരള ജേഴ്സിയിൽ ലിസ്റ്റ് എ ക്രിക്കറ്റിലേക്കുള്ള മടങ്ങിവരവ് ഗംഭീര സെഞ്ചുറിയുമായി ആഘോഷമാക്കി മാറ്റിയിരിക്കുകയാണ് സൂപ്പർ താരമായ സഞ്ജു സാംസൺ. T20 ലോകകപ്പ് ടീമിലെ മുഖ്യ എതിരാളിയായ ഇഷാൻ കിഷൻ നയിച്ച ജാർഖണ്ഡിനെതിരായിരുന്നു ഓപ്പണറായി ഇറങ്ങിയ അദ്ദേഹം മിന്നിച്ചത്. 95 ബോളിൽ 101 റൺസ് നേടി സഞ്ജു ക്രീസ് വിടുകയായിരുന്നു. 9 ഫോറും 3 കൂറ്റൻ സിക്സറുകളും ഉൾപ്പെടെയായിരുന്നു ഇത്. പക്ഷേ ഓപ്പണിംഗ് പങ്കാളിയായ ക്യാപ്റ്റൻ രോഹൻ കുന്നുമലിന്റെ 124 എന്ന തീപ്പൊരി ഇന്നിംഗ്സിന് മുന്നിൽ സഞ്ജുവിന്റെ പ്രകടനത്തിന്റെ തിളക്കം അല്പം കുറഞ്ഞു പോയോ എന്ന് മാത്രമാണ് സംശയം. എങ്കിലും T20 ലോകകപ്പ് പടിവാതിൽക്കൽ നിൽക്കവേ അദ്ദേഹത്തിന്റെ മാജിക്കൽ ഫോം തീർച്ചയായും ടീം ഇന്ത്യയെ ഏറെ സന്തോഷിപ്പിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഇന്ത്യൻ ഏകദിന ടീമിൽ ഇടമില്ലെങ്കിലും ഈ ഫോർമാറ്റിൽ തീർച്ചയായും സ്ഥാനം അർഹിക്കുന്നയാളാണ് താനെന്നും സഞ്ജു സാംസൺ വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. ലിസ്റ്റ് എ കരിയർ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ തുടർച്ചയായി രണ്ടാമത്തെ കളിയിലാണ് അദ്ദേഹത്തിന്റെ സെഞ്ചുറി നേട്ടം കുറിച്ചിരിക്കുന്നത്. 2024 സൗത്ത് ആഫ്രിക്കയ്ക്കെതിരായി പാളിൽ നടന്ന ഏകദിനത്തിലാണ് സഞ്ജു അവസാനമായി കളിച്ചത്. അന്ന് ഇന്ത്യൻ കുപ്പായത്തിൽ കന്നി സെഞ്ചുറിയും അദ്ദേഹം കുറിച്ചിരുന്നു. ഇന്ത്യ 78 റൺസിന്റെ വിജയം കൊയ്ത മത്സരത്തിൽ 114 ബോളിൽ 108 റൺസാണ് സഞ്ജു നേടിയത്. അദ്ദേഹത്തിന്റെ കന്നി ഏകദിന സെഞ്ചുറി കൂടിയായിരുന്നു ഇത്. ഇന്ത്യ ജയിച്ച മത്സരത്തിൽ പ്ലെയർ ഓഫ് ദി മാച്ചായും സഞ്ജു തിരഞ്ഞെടുക്കപ്പെട്ടു. പക്ഷേ അതിനുശേഷം ഇന്ത്യക്കായി ഒരു ഏകദിനം പോലും കളിക്കാനുള്ള ഭാഗ്യം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. 2 വർഷത്തെ ഗ്യാപ്പിന് ശേഷമാണ് വിജയ് ഹസാരെ ട്രോഫിയിൽ കേരളത്തിനൊപ്പം ലിസ്റ്റ് എയിലേക്ക് സഞ്ജു തിരിച്ചെത്തിയത്. സെഞ്ചുറിയോടെ അദ്ദേഹം ഇത് ആഘോഷിക്കുകയും ചെയ്തു. 90 ബോളിലാണ് താരം സെഞ്ചുറി കണ്ടെത്തിയത്. അതേസമയം തന്നെ അവസാനമായി കളിച്ച 10 ഏകദിനങ്ങൾ എടുത്താൽ ഋഷഭ് പന്ത്, ഇഷാൻ കിഷൻ, ഋതുരാജ് ഗേക്വാദ് എന്നിവരെക്കാൾ മികച്ച റെക്കോർഡ് തന്നെയാണ് സഞ്ജുവിനെന്ന് കണക്കുകൾ തന്നെ വ്യക്തമായി പറയുന്നു. 49 ശരാശരിയിൽ 103 സ്ട്രൈക്ക് റേറ്റിലാണ് അദ്ദേഹം അടിച്ചെടുത്തത്. അത് 392 റൺസും. സഞ്ജു കഴിഞ്ഞാൽ മികച്ച ശരാശരിയുള്ള അടുത്തയാൾ ഋതുരാജ് ഗേക്വാദ് ആണ്. 40 ശരാശരിയിൽ അദ്ദേഹത്തിനുള്ളത് മൂന്നാമതായിട്ടുള്ളത് ഇഷാനാണ്. 37.1 ശരാശരിയിൽ 105 സ്ട്രൈക്ക് റേറ്റിൽ അദ്ദേഹം നേടിയത് 371 റൺസാണ്. ഇവരിൽ ഏറ്റവും പുറകിൽ ഇന്ത്യയുടെ ബാക്കപ്പ് കീപ്പറായ ഋഷഭ് ആണ്. 32.6 ശരാശരിയിൽ അദ്ദേഹത്തിന് സ്കോർ ചെയ്യാനായത് 323 റൺസാണ്. രോഹൻ കുന്നുമലിന്റെ സഞ്ജുവിൻ സാംസന്റെയും സെഞ്ചുറികളുടെ മികവിൽ ജാർഖണ്ഡിനെതിരെ 8 വിക്കറ്റിന് ആധികാരിക ജയം തന്നെയാണ് കൊയ്തിരിക്കുന്നത്. ഇത് കേരള ടീമിന്റെ കയ്യിൽ. ആദ്യം ബാറ്റ് ചെയ്ത ജാർഖണ്ഡ് 50 ഓവറിൽ 7 വിക്കറ്റിന് 311 റൺസ് എന്ന മികച്ച ടോട്ടൽ പടുത്തുയർത്തി. കുമാർ കുശാഗ്രയുടെ 143 അപരാജിത സെഞ്ചുറിയാണ് ആർക്കു കരുത്തായത്. അനുകുൽ റോയ് 72 റൺസ് നേടി. ക്യാപ്റ്റൻ ഇഷാൻ കിഷൻ 21 റൺസ് എടുക്കാനേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. മറുപടിയിൽ കേരളം വെറും 42.3 ഓവറിൽ വിജയത്തിലേക്ക് കുതിച്ചെത്തുകയായിരുന്നു എന്ന് പറയാം.